ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അവസരങ്ങൾ എന്തൊക്കെ വെല്ലുവിളികളാണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്. ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും നല്ല ബ്ലെസ്സിങ് എന്താണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഏസ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു പുതിയ ആശയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്കൊരു മെന്റൽ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. ഒരു കൂടുതലായി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ ഒരു പ്രത്യേക കാര്യത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള ഐഡിയ നിങ്ങൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞ് പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള ഒരു അജണ്ട നിങ്ങൾ തയ്യാറാക്കും. കൂടാതെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അതുമൂലം പല തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള എന്ത് പ്രശ്നം വന്നാലും അതിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് അത് സിംപ്ലിഫൈ ആക്കാൻ സാധിക്കും. കൂടാതെ ഒരു ലോജിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും എന്ത് തന്നെ പ്രശ്നം വന്നാലും അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഉണ്ട്. അതാണ് അടുത്ത ആഴ്ച നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ്. ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക, പ്ലാനുകൾ പ്രാവർത്തികമാക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഇതിനൊക്കെയുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായി എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്? അടുത്ത ആഴ്ചയിൽ ഇത് നോക്കാം. എന്താണ് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളുടെ ആന്തരികമായി എന്തൊരു തടസ്സമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നോക്കാം. 6 ഓഫ് കപ്പിന്റെ എനർജിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. വൈകാരികമായ ബുദ്ധിമുട്ടാണ് അത് കൂടുതലായിട്ട് തോന്നുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായ ചില പരാജയങ്ങളായിരിക്കാം ഇതിന് കാരണം. നമ്മൾക്ക് എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജയിച്ചു കൊള്ളുന്നില്ല. പലപ്പോഴും പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നമുക്ക് ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ
മുൻകാലങ്ങളിലുണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആരെങ്കിലും കൂടെ നിന്നവർ നിങ്ങളെ വളരെയധികം വിശ്വസിച്ച ആരൊക്കെയോ നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എത്ര പ്രയത്നിച്ചിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. അതിൻ്റെതൊക്കെ ഒരു മാനസികമായി ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോവാം എന്നുള്ളൊരു ലെവലിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതാണ് ഈ ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയാണ് അടുത്ത ആഴ്ച നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു വീക്ക്നെസ്. ആന്തരികമായി നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു എനർജി, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഈ ഒരു എനർജി, എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള ചിന്ത, അതുപോലെ കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള ഒരു മടി, അതായത് എഫേർട്ട് എടുക്കുന്നത് വെറുതെ ആവുമോ, ഇത്രയും കാലം ഞാൻ ചെയ്തതൊന്നും ശരിയായില്ലല്ലോ, ഇനി ഇത് ചെയ്തിട്ട് വീണ്ടും ഞാൻ എനർജി, എൻ്റെ ഇമോഷണൽ വെൽബീയിങ് കളയണോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലെ ഈ നെഗറ്റിവിറ്റി നിങ്ങൾ ഒഴിവാക്കണം. എന്നാലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അടുത്ത ആഴ്ച. വാവ്, കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു ആശയം നിങ്ങൾ ക്ലിയറായി പ്ലാൻ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായൊരു ഭദ്രതയാണ് കാണിക്കുന്നത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായൊരു ഭദ്രത. കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെക്കിൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾക്ക് ഭാവിയിലേക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സമ്പാദ്യം, സെക്യൂർ ആയിട്ടുള്ള ഒരു സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു സ്റ്റെബിലിറ്റി, ഒരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് തൊട്ടാലും അത് പൊന്നാവും എന്നുള്ള മട്ടിലുള്ള ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇനി എന്ത് ത്രെറ്റ്, എന്ത് വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നോക്കാം. സിക്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. അതായത് ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കുക, അനാവശ്യമായ ഇന്റലിജൻസ്, അതായത് വിജയം ലഭിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് അനാവശ്യമായി സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയൊരു വിജയം ലഭിക്കുമ്പോഴേക്കും അത് തലക്കടിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചിലപ്പോൾ താഴോട്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വിജയിക്കുമ്പോൾ ഈശ്വരന്, പ്രപഞ്ചശക്തിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ ലഭിക്കാൻ അത് സഹായിക്കും. പിന്നെ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കൂടുതൽ നന്നായി എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. കിട്ടിയത് കൊണ്ട് ഞാൻ വലിയ ആളായി എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കരുത്. എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തതായി നമുക്ക് ടീ ലീഫ് ഓറക്കിൾ കാർഡ് കൂടി എടുത്ത് നോക്കാം. എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത എന്ന് നോക്കാം. റിംഗ്, എ മാരേജ് വിൽ ടേക്ക് പ്ലേസ് ഏത് റൊമാൻറ്റിക് ഓർ ബിസിനസ്. അതായത് ഒരു യൂണിയൻ സംഭവിക്കാൻ പോകുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരു വിവാഹ നിശ്ചയം നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, സക്സസ്ഫുൾ ആയ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻ എക്സൈറ്റിംഗ് ഇവന്റ്, അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കാം. ഒരു എക്സൈറ്റിംഗ് ഇവന്റ് അടുത്ത ആഴ്ച നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു ഇവന്റ് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം. ഷാർപ്നെസ് ആൻഡ് റിസോഴ്സ്ഫുൾനെസ്, എസ്പെഷ്യലി ഇൻ ബിസിനസ് തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങളിലാണ് ഒരു മുന്നേറ്റം കാണുന്നത്. വളരെ ഷ്യൂർഡായിട്ട്, വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങണം. അതുപോലെ
ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കണം. Deep personal strength and peace that assures success. നിങ്ങൾക്ക് വളരെ അധികം ഒരു പേഴ്സണൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് നിങ്ങളെ വിജയത്തിൽ എത്തിച്ചേരാൻ സഹായിക്കും. ഫാമിലി സോറോ, എന്തോ ഒരു ചെറിയ ഒരു കുടുംബപരമായി എന്തോ ഒരു ചെറിയൊരു നെഗറ്റീവ് ഒരു വിഷമം വരാൻ സാധ്യതയുണ്ട്. ഡീലിങ്സ് ഓഫ് എ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ. ഇത്രയും കാര്യങ്ങളാണ് അടുത്ത ആഴ്ച നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു.